ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് കാടും മേടും കാട്ടരുവികളും താണ്ടി പേഴക്കല്ല് അയ്യവാള എന്ന ഈ മനോഹരമായ 2 സ്ഥലങ്ങളിലേക്കാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുതലുള്ളത് കൊണ്ട് 3 പാർട്ടാക്കിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ എല്ലാവരും എൻ്റെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. ആയിക്കോട്ടെ. അപ്പോൾ ജോവാഞ്ചോ ട്രാവൽമെൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. അതായത് അങ്ങോട്ട് വണ്ടിയൊന്നും കയറി ചെല്ലൂല. എനിക്കറിയത്തില്ല. ഞാനിത് നമ്മുടെ 3 കൂട്ടുകാരുണ്ട്. കുഞ്ഞിക്കുട്ടൻ, ബാബുച്ചേട്ടൻ, ബിനു, പിന്നെ ക്യാമറ അടിക്കുന്ന മണിക്കുട്ടൻ, ഇവർ പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അടിപൊളി സ്ഥലമെന്ന് പറഞ്ഞാൽ റോഡ് ഇട്ടിട്ട് കുറേ കയറി പോകണം. അതായത് ഈ സ്ഥലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇല്ലിക്കക്കല്ല് പോകുന്ന വഴിക്കും പള്ളിക്കാക്കാനം പള്ളി കഴിഞ്ഞിട്ട് അവിടുന്ന് ഇടത്തേക്കൊരു വഴിയുണ്ട്. ആ വഴി കുറച്ചേ വണ്ടി കയറിപ്പോളൂ. ഞാൻ ആ വഴി കാണിക്കാം. പിന്നെ വണ്ടി ഇട്ടിട്ട് നടന്ന് കയറി പോകണം. അപ്പോൾ മലയുടെ തുഞ്ചത്താട്ടോ. അതായത് പെട്ടെന്ന് പറയാനാണെങ്കിൽ ഇല്ലിക്കക്കല്ലിൻ്റെ അവിടെ നിന്ന് നോക്കാൻ നേരെ ഓപ്പോസിറ്റുള്ള മല പേഴക്കല്ല്. അവിടെ നിന്ന് അങ്ങനെ കറങ്ങി ഒരു 7-8 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാട്ടോ നമ്മൾ പോകുന്ന പേഴക്കല്ലും അയ്യവാളയ്ക്കും പോയി നമ്മൾ ഈ വഴിക്കാട്ടോ കയറി പോകുന്നത്. ഉണ്ട് ഈ വഴിക്ക് ഇതിക്ക് മുമ്പിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ചെക്ക് ഡാമിൽ കുളിക്കാൻ പറ്റിയ ഒരു ചെക്ക് ഡാമിൻ്റെ ഒരു വീഡിയോ ഞാനിട്ടുണ്ട്. ഈ വഴിക്കാണ് നമ്മൾ കയറി പോകുന്നത്. കൂട്ടുകാരെ, അപ്പോൾ നമ്മളെ നടപ്പ് ആരംഭിക്കുക കേട്ടോ. അവിടെ ആദ്യം പറഞ്ഞല്ലോ പേഴക്കല്ലും അയ്യവാളയും അങ്ങോട്ടുള്ള നടപ്പ് ആരംഭിക്കുക. അതായത് ഈ കാണുന്ന വഴിക്കിലായിട്ടാണ് കയറി വന്നത്. ഇതാ ആ വഴി. അതുപോലെ നമ്മൾ ഇതാ ഉണ്ട് കൂട്ടുകാരുണ്ട്. ഇന്നുണ്ട് കൂട്ടുകാർ. നമുക്ക് 4 കൂട്ടുകാർ, നമ്മുടെ പഴയ കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള യാത്ര ആരംഭിക്കാം. പോകുന്ന വഴിക്കുള്ള നല്ല നല്ല കാഴ്ചകളും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടം വരെയാണ് വണ്ടിയൊക്കെ വരുള്ളൂ കേട്ടോ. ഞാൻ വണ്ടി താഴെ ഒരു വീട്ടിൽ ഇറക്കിയിട്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാം. ഇനി വഴിയൊന്നുമില്ല കേട്ടോ. ഇനി വഴി ഉണ്ടാക്കി കയറി പോകണം. അതായത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആർക്കും പോകാൻ പറ്റില്ല. അതായത് ഒത്തിരി നടക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഞാൻ എല്ലാവരെയും കാണിക്കുന്നത് കേട്ടോ. ഇത് ചെറിയൊരു കൃഷി സ്ഥലമൊക്കെയാണ്. നമ്മൾ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് നമ്മളെ ആ സ്ഥലങ്ങൾ കാണാൻ തുടങ്ങുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടാട്ടോ നമ്മളെ യാത്ര എന്നാ ഭംഗിയാണെന്ന് നോക്കിയാൽ നമ്മുടെ ഇങ്ങനെയുള്ള ഈ യാത്രയിൽ ഇതൊക്കെ കാണാൻ നേരത്ത്. ഈ കപ്പ നട്ടതെക്കുന്നതിന് പഴയ തുണികൾ വെച്ച് വേലി കെട്ടി വെച്ചേക്കും കേട്ടോ. അതായത് ഈ പന്നി, കാട്ടുപന്നി, അങ്ങനെയുള്ള മുള്ളംപന്നികളോ അങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറാതിരിക്കാനായിട്ട് ഇത് നാട്ടിൻപുറങ്ങൾ ചെയ്യുന്ന ഒരു എളുപ്പവഴിയാണ് ഇത്. ഇത് പേരും കാടാട്ടോ. കാപ്പിത്തോട്ടമാണ് ഇത് പഴയ കാലത്ത്. ഇപ്പോൾ ആരും ഇവിടെ കൃഷിക്കൊന്നും വരുന്നില്ലാന്ന് തോന്നുന്നു. വെട്ടിയൊന്നും റെഡിയാക്കുന്നില്ലാന്ന് തോന്നുന്നു. അയ്യോ, ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ഒരു ഇരുട്ടാണ്. ഈ നിൽക്കുന്ന ഏല കേട്ടോ ഈ കാട്ടിൻ്റെ ഉള്ളിൽ. അതായത് ഇതൊക്കെ നേരത്തെ ഇവിടെ ഏലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ ബാക്കി ഏലമൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇത് കാട്ടുപന്നി കുത്തിയേക്കുന്ന കേട്ടോ. അത് കിടക്കാനായിട്ട് ഈ ഒരു പാറയുടെ അടിയിലായിട്ട് നോക്കി. ഇതൊക്കെ കാട്ടുപന്നി ഈ അടുത്ത ദിവസം വന്ന് കുത്തിയേക്കുന്ന ഇതൊക്കെ. ഇത് കള്ളിമുൾമരം പോലത്തെ ഒരു വലിയൊരു മരം കേട്ടോ. ഇത് കണ്ടിട്ട് കള്ളിമുൾച്ചെടി പോലെ തോന്നുന്നു. പക്ഷേ എൻ്റെ ഇലയിൽ മുള്ളൊന്നുമില്ല. കേട്ടോ, നമ്മൾ കൂട്ടുകാരെ കയറി അവിടെ നിൽക്കുന്നത്. എന്നാ വലിയൊരു മരമാണെന്ന് നോക്കിയത്. ഇതൊക്കെ ഇങ്ങനെ കാട്ടിലേക്ക് ആയിരിക്കും കേട്ടോ കാണുള്ളൂ. വളരെ കുറച്ചേ ഇതൊക്കെ കാണാൻ സാധ്യത കാണുള്ളൂ. ആ കാണുന്ന മലയുടെ മുകളിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അയ്യാവാള കേട്ടോ. ആ രണ്ട് കല്ലിരിക്കുന്നുണ്ടോ ഇവിടെ നോക്കിയാൽ. അങ്ങനെ ഇതുണ്ടോ ഒരു കല്ല് തന്നെ ഇരിക്കുന്നത്. ആ കല്ലിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. എന്തോരം നടന്നാലോ. ഇപ്പോൾ തന്നെ കുറേ മടുത്തട്ടോ. അത് കൂട്ടുകാരെ, ഇതൊരു വലരി കേട്ടോ. മഴയാണെങ്കിൽ നല്ല വെള്ളം കേട്ടോ. അതിനൊരു പ്രത്യേക ഒരു പേരും കൂടിയുണ്ട്, ആനമാലി വെള്ളച്ചാട്ടം. എന്നുവെച്ചാൽ ഈ നാട്ടിലുള്ളവർ ഇട്ടേക്കുന്നതാണ് ഇതിനെ. ഇതെന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ
വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തടി വലിക്കാൻ വന്ന ഒരു ആന ഇവിടുന്ന് താഴേക്ക് ഭയങ്കര ഗവിയാണ്. അപ്പോൾ ആ താഴേക്ക് പോയിന്ന്. അപ്പോൾ അതോടുകൂടിയാണ് ഇതിനെ ആന ചത്തുപോയിട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ആനമാലി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലം ആ കാണുന്നത് കേട്ടോ, ആ മലനിരകളാണ് നമ്മൾ ഇനി ഇവിടുന്ന് കയറി പോകുന്നത്. കുറേ ദൂരം പോകാൻ കേട്ടോ. അപ്പോൾ വന്നപ്പോൾ കുറച്ച് മടുത്തു. പിന്നെ നല്ല തണുത്ത കാറ്റൊക്കെ നിൽക്കുന്ന, തണുത്ത വീശുന്നതുകൊണ്ട് ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. ഇത് അട്ട പിടിച്ചേക്കുന്ന കേട്ടോ. അത് നോക്കി അട്ടയൊക്കെ ഉണ്ട് കേട്ടോ ഈ പോകുന്ന വഴിക്ക്. അമ്പേ പേടിയാവുന്നു. ഇവിടെ പാത്രമൊക്കെ കിടക്കണ്ട കേട്ടോ. ഈ പറമ്പിലൊക്കെ ഇവിടെ പണിയാൻ വരുന്നവർ കാപ്പ് കുടിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്ന പാത്രം, തവി, മണ്ട കെട്ടി എല്ലാം താഴെ കിടക്കുക. ഇഞ്ചിപ്പണിക്ക് വരുന്നവർ അവർ കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇപ്പം നല്ല പോതയാട്ടോ. പോതയിലേക്ക് കയറി ഈ പള്ള ദേഹത്ത് കൊണ്ട മുറിയും നല്ല മൂർച്ചയായി ഇതിനെ. വീട്ടുകാരെ അതാ പള്ളിക്കാക്കാനപ്പള്ളി കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അത് കണ്ടോ, കുറേ മരങ്ങളൊക്കെ ആ റോഡ് എൻഡ് ചെയ്യുന്നത് ഇങ്ങോട്ട് പോരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ഇടവഴിയിലേക്ക്, ആ കോൺക്രീറ്റ് വഴിയിലേക്ക് തിരിഞ്ഞ് കയറി. ആ വഴി ഇങ്ങനെ പോകുന്ന എത്ര സുന്ദരമായ കാഴ്ചകൾ. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ടിട്ട് കൊതിയാവുന്നു. എൻ്റെ പൊന്നെ. നല്ല കുത്തനെ കയറ്റം കേട്ടോ. നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണുകയല്ല കയറ്റമാണ്. അയ്യോ വഴിയൊന്നുമില്ല. മുന്നേ പോയിട്ടുണ്ട്, അവരെ നോക്കി കയറി പോവാ. എൻ്റെ പോലെ അവരൊക്കെ നേരത്തെ ഇതിൻ്റെ മുകളിൽ പോയിട്ടുണ്ട് കേട്ടോ. അവർക്ക് വഴി കുറേയൊക്കെ നിശ്ചയമുണ്ട്. പക്ഷെ എന്നാലും വഴി എല്ലായിടത്തും ഇത് കാണാൻ പറ്റില്ല. ഇനി നമ്മൾ ആദ്യം പോകുന്നത് പേഴക്കല്ലാണ് കേട്ടോ. പേഴക്കല്ല് കഴിഞ്ഞാണ് അയ്യവാള വന്നത്. പേഴക്കല്ല് പോകുന്നത് ആ കാണുന്ന ആ കുന്നുണ്ടല്ലോ, അത് കയറി മുകളിൽ ചെന്നിട്ട് അങ്ങേ അറ്റത്ത് ഒരു മരം നിൽക്കുന്നുണ്ടോ, അങ്ങേ അറ്റത്ത് ആ മരത്തിൻ്റെ അപ്പുറത്താട്ടോ ഈ പേഴക്കല്ലെന്ന് പറയുന്നത്. അവിടെ നോക്കിയാൽ ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു നമുക്ക് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്ര നല്ലൊരു കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അതായത് ഞാൻ പോയിട്ടില്ല, പക്ഷേ ഞങ്ങൾ ബാബുച്ചേട്ടനും അതുപോലെ തന്നെ കുഞ്ഞിക്കുട്ടനുണ്ട്. കുഞ്ഞിക്കുട്ടനൊക്കെ അവിടെ പോയതാട്ടോ. അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ പോകുന്നത്. അവരാട്ടോ എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളി കാഴ്ച നമുക്ക് എല്ലാം കണ്ടുപോകാം. എന്നാ അതെന്നാ സംഭവം? എൻ്റെ പൊന്നെ ഇതോ ഇതെങ്ങനെ ഇതിൻ്റെ അടി കുഴിയുണ്ടോ? അല്ല ഇത് ആരെങ്കിലും പന്നിയെ പിടിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണോ? അല്ല അല്ലേ? എൻ്റെ പൊന്നെ പൊക്കി നോക്കിയതാ. പന്നിയുടെ ബുദ്ധി ഭയങ്കര കേട്ടോ, മനുഷ്യക്കാലും ബുദ്ധിയാ. അപ്പൊ പന്നി ഇതിന്റെ മുകളിൽ കിടക്കോ? എൻ്റെ പൊന്നെ പൊക്കി നോക്കാൻ ശ്രമിക്കും കേട്ടോ. അമ്മേ ഇല്ല. ഓ നല്ല ഒരു ഇഷ്ടം പോലെ പുല്ലാട്ടോ, കണ്ടമാനം പുല്ലാ കൂട്ടിയിട്ടേക്കുന്നത്. അതിന്റെ അടിയിലാട്ടോ കയറി കിടക്കുന്നേ. എന്നാ കട്ടിക്കടാ? ഇല്ല നടപടിയില്ല, നമുക്ക് ഉപേക്ഷിക്കാം. പൊക്കല് പറ്റൂല കേട്ടോ, നനഞ്ഞു നിൽക്കുന്നതുകൊണ്ടേ. കാർമേഘങ്ങൾക്കിടയിലൂടെ സൂര്യകിരണങ്ങൾ നമ്മുടെ കുന്നിൻ ചെരുവിൽ പതിച്ചപ്പോഴുള്ള ആ മനോഹരമായ ആ കളറൊന്ന് ശ്രദ്ധിച്ച്. നല്ല ചെറിയ ഗോൾഡൻ കളറിൽ എത്ര സുന്ദരമായ കാഴ്ചയാണ് ഇതൊക്കെ. ഈ ഭാഗത്ത് എവിടെ തേനുണ്ടെന്നുണ്ടോ നമ്മുടെ കൂട്ടുകാർ പറയുന്നത്. അവിടെ തേനീച്ചയൊക്കെ ഇഷ്ടം പോലെ വറക്കുന്നുണ്ട്. ആ ഭാഗത്തായിട്ടാന്ന് തോന്നുന്നു. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. ഈ എന്തൊരു കുന്നാണോ എൻ്റെ ഇത്. കോട്ടയം ജില്ല സ്വർഗം തന്നെയാട്ടോ. കോട്ടയം ജില്ലയും മലയോര മേഖല എന്ന് പറയുന്നത് വെറും സ്ഥലമല്ല. നമുക്ക് എത്ര വന്നാലും നമുക്ക് ഇത് കൊതി തീരൂല. അത്രയ്ക്ക് നല്ല കാഴ്ച എൻ്റെ സഹോദരന്മാരെ.
ഇത് ഞറാന്ന് പറയുന്ന ഒരു ചെടിയാട്ടോ. ഇത് ഇതിനൊരു അരിയുണ്ട്. ഇത് കായൊന്നും ഉണ്ടായിട്ടില്ല. ഇത് വൈറ്റ് ലാസങ്ങൾക്കൊക്കെ നല്ലതാണ്. ഇത് നേരത്തെ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ അറിയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ ചോദിച്ചപ്പോഴാണ് ഒരാട്ടോ പറഞ്ഞു തന്നത്. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത വളരെയധികം സസ്യങ്ങൾ നമ്മുടെ ഇങ്ങനെ ഈ ആൾത്താമസമില്ലാത്ത മലമ്പ്രദേശങ്ങളിൽ കൂടി അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ താഴേക്കൊക്കെ വലിയ വരയാട്ടോ. അതായത് ഈ പുല്ലുള്ളത് കൊണ്ടാണ് ഒന്നും അറിയത്തില്ലാത്തത്. എൻ്റെ പൊന്നെ, ഇവിടെ നിന്നെല്ലാം ഉരുണ്ട് പോയാൽ ആളെ കിട്ടൂല. കൂട്ടുകാരെ, ഈ മലയൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളമാണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നിപ്പോകും. എൻ്റെ പൊന്നിലെ കൂട്ടുകാർ കയറിപ്പോ നോക്കി, ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോകാൻ കേട്ടോ. ഞാനിപ്പോൾ തന്നെ മടുത്തു. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് മടുത്തു. നല്ല വെയിലും നല്ല കാലാവസ്ഥ കേട്ടോ. ഇപ്പോൾ മഴയൊന്നും ഇന്നും ഉണ്ടായില്ല. ഇങ്ങനെ കുന്നിൻ മുകളുകളൊക്കെ നടന്നു കയറാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ഒരു മടുപ്പ് തോന്നാം. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇരുന്ന് പിന്നെ അതിലുപരിയായി മുന്നോട്ടുള്ള നല്ല നല്ല കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ അത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടും നമുക്ക് ആ മടുപ്പ് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു തോന്നലാണ് നമ്മൾ ഇങ്ങനെയുള്ള നടപ്പുകളിലൊക്കെ മുന്നോട്ടുള്ള യാത്രകൾക്ക് ഒരു തുണയായി തോന്നുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇത് കണ്ടോ, ഒരു വഴി വളഞ്ഞ് കയറി പോകണേ. ആ വഴി കേട്ടോ വലകെട്ട്. അതായത് ഞാൻ ഇതിക്ക് മുമ്പ് ഞാൻ വലകെട്ടിൻ്റെ ഒരു ട്രെക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എടോ, ഇവിടെ എത്തിച്ചേരണമെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ നടന്ന് കുത്തനെ കയറ്റം കയറി വന്നാലാണ് നമുക്കിവിടെ എത്തിച്ചേരാൻ വരുള്ളൂ. അതും ചില്ലറ പണിയൊന്നും അല്ല കേട്ടോ. ഞാൻ ഓർത്ത് ഇവിടെ എത്തിയാലെന്ന. ഏതായാലും ഞങ്ങൾ ഒരു 8 ആയപ്പോൾ തുടങ്ങിയ യാത്രയാട്ടോ. ആ മേഘങ്ങൾ നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ചകൾ അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റൂല. എത്ര സുന്ദരമായ കാഴ്ചകൾ. നമ്മുടെ ഈ
അത് നമ്മുടെ കേരളത്തിലെ കോട്ടയം ജില്ലയിൽ ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം നിങ്ങൾക്ക് ഉണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റുമോ? ഈ നാട്ടുകാർക്കല്ല, വേറെ ആർക്കും അറിയത്തില്ല. ഉണ്ടോ ആ ഇല്ലിക്കക്കല്ലിലേക്കുള്ള വഴി വളഞ്ഞ് കയറി പോകുന്നു. എന്താ സൂപ്പർ. കൂട്ടുകാരെ, അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ കല്ലിലാണോ ഞാൻ ഇരിക്കുന്നത്. അതിൻ്റെ താഴേക്ക് നോക്കി കാഴ്ച. എൻ്റെ പൊന്നെ, ഇതിൻ്റെ താഴേക്ക് നോക്കിയിട്ട് തല കറങ്ങണം. കൂട്ടുകാരെ, ഈ കല്ലിൻ്റെ അടിയിൽ ഊട് കൊടുത്ത് നിർത്തിയിട്ടുണ്ടെന്നാട്ടോ പറയുന്നത്. അത് താഴേക്ക് പോയാൽ എവിടം വരെ പോകുന്ന പോലും പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനത്തെ അവസ്ഥ. താഴേക്ക് നോക്കാൻ നേരത്തെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇത് അത്രയ്ക്ക് ഗർത്തമാണ്. ഇതിന് പറയാൻ പാടില്ല. അത്രയും താഴ്ചയിലേക്ക് കിടക്കുക. വേണ്ട ആ വഴി. ശരിക്കും ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് പേഴക്കല്ല് എന്നല്ല കേട്ടോ, കേഴക്കല്ലെന്ന. അതായത് ഈ കാട്ടിലേക്കുള്ള കേഴമാൻ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കേഴ ഇതിവിടെ ഉണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്. ഈ മൃഗങ്ങളെല്ലാം വന്ന് ഈ കല്ലിൻ്റെ മുകളിൽ കയറി താഴേക്ക് നോക്കി നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് കേഴക്കല്ല് എന്നുള്ള പേര് ചുരുങ്ങിയാണ് പേഴക്കല്ല് എന്ന് പേര് ഇപ്പോൾ വന്നേക്കുന്നത്. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഇതാട്ടോ ഞാൻ ആ പറഞ്ഞ ഊട് കൊടുത്ത് അടിച്ചേക്കുന്നതെന്ന് പറഞ്ഞേ. മുകളിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി പേടിയായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ താഴേക്ക് ഇറങ്ങി അത് എടുക്കാനായിട്ട്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതൊന്ന് കാണിക്കാതെ ഞാൻ വെച്ചു. നോക്കിയാ ആ ഒരു വലിയ കല്ല്, അതിൻ്റെ അടിയിൽ ചെറിയ കല്ലൊക്കെ വെച്ചേക്കുന്നുണ്ടോ? ഇതാ കല്ല് നോക്കി. ഇത്രയും വലിയൊരു കല്ല. ഇതിൻ്റെ മുകളിലാണ് കയറിയിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇല്ലിക്കക്കല്ലിനേക്കാൾ ഉയരത്തിലാട്ടോ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്. പിന്നെ ഇവിടെ എപ്പോഴും ശക്തമായ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അവിടെ പിടിച്ചു നിന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു പക്ഷേ ആ താഴേക്ക് കാറ്റ് കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ ഉണ്ടല്ലോ, അതൊരു അസാമാന്യ കാഴ്ചയും കൂടിയാണ്. എനിക്ക് ധൈര്യം തരുന്നത് നമ്മുടെ ബാബുചേട്ടൻ കേട്ടോ. ബാബുചേട്ടാ, ബാബുചേട്ടൻ പുലിയാ. എന്നുവെച്ചാൽ ബാബുചേട്ടൻ ഈ ഭാഗമെല്ലാം നല്ല കാണാപ്പാടം. ബാബുചേട്ടനും പിന്നെ കുഞ്ഞിക്കുട്ടൻ ഇവരൊക്കെ കാണാപ്പാടം. അതിൻ്റെ ചോട്ടി വന്ന് പറഞ്ഞു പാടാന്ന്. എന്തിനും ബാബുചേട്ടൻ നമുക്ക് കട്ട സപ്പോർട്ട്. കൂട്ടുകാരെ, നമ്മുടെ സുന്ദരി, കോട്ടയം ജില്ലയുടെ സുന്ദരി നിൽക്കുന്നു. തല കയറി കുറേത്തെ കുരിശുപാതകളുണ്ടല്ലോ, അത്ര ആൾ നിൽക്കുന്നുണ്ട്. ചെറുതായിട്ട് കാണാട്ടോ, ഇല്ല ചെറുതായിട്ട് കാണാം. അതുപോലെ അതേ താഴെ സൈഡിൽ പോകുന്ന റോഡൊക്കെ എത്ര ഭംഗിയാണ്. അതുപോലെ കോട്ടയം ജില്ലയിലെ ഒരു സ്വർഗമാട്ടോ ഇത്. കോട്ടയം ജില്ല ഇത്രയും നല്ലൊരു സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറയാൻ ആരെങ്കിലും വിശ്വസിക്കുമോ? കോട്ടയം ജില്ലയിൽ തന്നെയല്ല, ഇതൊക്കെ നമ്മുടെ ഹിമാലയമോ ഹിമാചലോ ഉത്തരാഖണ്ഡോ അങ്ങനെ അത് അന്യ സംസ്ഥാനമോ പുറത്തുള്ള രാജ്യം ഒന്നുമല്ല. ഇത് നമ്മുടെ സ്വന്തം കേരളത്തിൽ മനോഹരിയായ കോട്ടയം ജില്ലയിലെ പേഴക്കല്ലെന്ന് പറയുന്ന സുന്ദരമായ ഒരു സ്ഥലമാണ്. ഇങ്ങോട്ട് കയറി വരാനൊക്കെ ബുദ്ധിമുട്ടാട്ടോ. ആരും ഇങ്ങോട്ട് കയറി വരാൻ ആരും അനുകരിക്കുകയൊന്നും ചെയ്യണ്ട. അത്ര ഡേഞ്ചറാണ് ഇവിടെ. അതായത് ഞാൻ ആദ്യം തന്നെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കല്ല് താഴെ പോകാറായിരിക്കുന്ന കട്ടൻ ചായ. ഇത് വേറെ ഒന്നും കേട്ടോ, വേറെ ആരും ചിന്തിക്കൊന്നും വേണ്ട. കട്ടൻ ചായ വെള്ളം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാം. നല്ല കാറ്റുമാണ്. കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ എത്ര നല്ല ഒരു എന്താ പറയുക, നല്ല രസമാണ്. നല്ല കാറ്റും സുന്ദരമായ സ്ഥലം. അപ്പോൾ കൂട്ടുകാരെ, അതെ ഇവിടുത്തെ കാഴ്ചകളുണ്ട്. ഇനി വായിച്ചോട്ടെ, ഇനി നമ്മൾ എങ്ങോട്ടാ? അയ്യാവാള. നമ്മൾ താഴെ പറഞ്ഞ കാണിച്ചു തന്ന ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു മലം കൂടെ കയറിയിട്ട് പിന്നെ അയ്യാവാള എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 4 കിലോമീറ്റർ ദൂരം. അമ്പോ,
4 കിലോമീറ്ററേ ഇനി. ഇപ്പം തന്നെ ഞങ്ങൾ 5 കിലോമീറ്റർ കയറി വന്നു, കുത്തനെ മല കയറി. ഇനി 4 കിലോമീറ്റർ ഏകദേശം നമ്മൾ ഇനി അങ്ങോട്ട് നടക്കാനുണ്ടെന്ന്. എന്നാ പോകാല്ലേ? ഓക്കെ കുഞ്ഞുകുട്ടാ, പോയേക്കാം. എല്ലാം എടുത്തതായിരിക്കും. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ ഇവിടെ വന്ന് ആരെടുക്കാനാ. ഇപ്പോൾ നമ്മൾ ഈ നിന്നതെല്ലാം കോട്ടയം ജില്ല കേട്ടോ. കോട്ടയം ജില്ലയുടെ നല്ല സുന്ദരമായ സ്ഥലങ്ങളിൽ ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ കവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അതേ കണ്ടോ, ഇത് കണ്ടോ മലനിരകൾ. ആ മലയുടെ അപ്പുറത്തെ സൈഡ് ഇടുക്കി ജില്ല. ആദ്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആ കാണുന്ന ആ സൈഡിൽ കൂടെ വേണം കേട്ടോ എനിക്ക് കയറി പോകാൻ. അതുകൊണ്ട് ചെറിയൊരു റോഡല്ല, ചെറിയൊരു ഇടവഴി പോലെ ആ പാറയുടെ മുകളിൽ കൂടെ പിടിച്ച് വേണം മേളിലേക്ക് കയറി പോകാൻ. അതായത് ആ പാറയുടെ മറ സൈഡ് ഇടുക്കി ജില്ലയാണ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ല. പാറയുടെ ഇപ്പുറ സൈഡ് കോട്ടയം ജില്ല. എനിക്ക് വാഗമൺ മലനിരകളാണ് ഈ കാണുന്ന, ഇങ്ങനെ നീണ്ട് കിടക്കുന്ന നോക്കിയാൽ കയറി ഇറങ്ങി ഈ ഹിമാലയ പർവ്വതം പോലെ കിടക്കുന്ന, കാശ്മീർ താഴ്വരയൊക്കെ പോലെ ഇവിടെ അങ്ങ് മലനിരകൾ. എത്ര സുന്ദരമാണ് ഇവിടെ, വാക്കുകളില്ല കേട്ടോ ഇവിടെയൊക്കെ പറയാൻ. കൂട്ടുകാരെ, ഇനി നമ്മൾ ആ കാണുന്നില്ല 2 കല്ല് പോലെ ഇങ്ങനെ താഴെ പൊങ്ങി നിൽക്കുന്നത്, അവിടെ ചെല്ലണം കേട്ടോ. അതായത് ഈ മലയുടെ തണ്ടിയിൽ വേണം ഇങ്ങനെ പോകാൻ. അവിടം വരെ എത്തുന്ന കാര്യം നടന്നു പോകണം. ഇങ്ങനെ ഇത് ഇറങ്ങി ആ മലയിലേക്ക് കയറണം. നമ്മുടെ ഇങ്ങനെയുള്ള യാത്രയിൽ ഇതുപോലെ നല്ല മരങ്ങളൊക്കെ കാണണ്ട, കയറി ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ചെറിയ വർത്തമാനമൊക്കെ, കൊഞ്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് പോകാൻ നല്ല സൂപ്പറാണ്. നോക്കി 2 കയറിയിരിക്കുന്നത് കണ്ടോ, എന്നാ അടിപൊളിയാണ്, നല്ല ഭംഗി കേട്ടോ. ഇതിൻ്റെ പേര് പേഴുന്നാട്ടോ, പേഴ്. നേരത്തെയൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതൊന്നും ഇല്ല. ഇതിപ്പോൾ പാൽത്തടിയായിട്ട് ഇപ്പോൾ എല്ലാവരും വെട്ടി വിൽക്കുവാന്ന് തോന്നുന്നു. ഇതൊന്നും അങ്ങനെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊന്നും ഇല്ല ഇത്. ആ മലയിറങ്ങി താഴേക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു ഈറ്റക്കാനം നോക്കിയാൽ ഇടതൂർന്ന് നിൽക്കുന്ന നല്ല കാനം. ഇതുകൊണ്ട് ഈ നിലം പറ്റി നിൽക്കുന്ന ചെറിയ റൗണ്ട് ഉള്ള ഒരു സസ്യം, ഇത് നിലത്താമര എന്നാട്ടോ ഇതിൻ്റെ പേര്. എന്തോ ഔഷധ ഗുണമുള്ള എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. എത്ര വലിയ കയറ്റം കയറി ചെന്നാലും അതിനൊരു ഇറക്കമുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് സത്യമാട്ടോ. അത് നമ്മുടെ ഇത്രയും വലിയ ഈ കുന്നിൻ മുകളിൽ കയറി ചെന്നാലും അവിടെയും ഒരു ഇറക്കവും കയറ്റവും നിരപ്പും പച്ചപ്പരവതാനി വിരിച്ചു നിൽക്കുന്ന പുൽമേടുകളും എല്ലാം എത്ര സുന്ദരം. എങ്ങനെ വെള്ളം പോകും? പാർട്ട് 1 വീഡിയോയുടെ കാഴ്ചകൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പാർട്ട് 1 വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. തുടർന്നുള്ള മനോഹരമായ കാണാ കാഴ്ചകളുമായി പാർട്ട് 2 നമുക്ക് കാണാം. ബൈ ബൈ.